ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അടിപൊളിയായിട്ടുള്ള ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനുമൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ബീഫ് റെസിപ്പിയാണ്. ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് 1/4 ഭാഗം വരെ വേവിച്ചെടുത്ത ബീഫാണിത്. 3 വിസിലാവുന്നത് വരെ വേവിച്ചെടുക്കണം. കൂടുതൽ വേവിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓൾറെഡി ഉപ്പിട്ട് വേവിച്ച ബീഫായതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കണം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 2 ടേബിൾ സ്പൂൺ മൈദയും 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുക്കണം. കോൺഫ്ലവറിന് പകരം അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ലാസ്റ്റായിട്ട് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വെക്കാം. അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കണം, ഇല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ബീഫ് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഓരോരോ ബീഫ് കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കണം. 1/4 ഭാഗം വെന്ത ബീഫായതുകൊണ്ട് ഓവറായി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഓവറായി ഫ്രൈ ചെയ്താൽ ബീഫ് സോഫ്റ്റായി കിട്ടില്ല, ഡ്രൈ ആയിട്ടാവും ഉണ്ടാവുക. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 6 മിനിറ്റൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇതുപോലെ തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുള്ളത്. ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ ബാക്കിയുള്ളതും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാ ബീഫും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മസാല തയ്യാറാക്കാനായി വീണ്ടും ഒരു പാൻ വെച്ച് അതിലേക്ക് ബീഫ് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വരുമ്പോൾ ചെറുതായി കട്ട് ചെയ്ത 1/2 കപ്പ് ചെറുള്ളിയും 1 കപ്പ് സവാളയും ഇട്ട് കൊടുക്കണം. നന്നായി വഴറ്റിയെടുക്കണം. ഈ ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ഇട്ട് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്രൈ ചെയ്തെടുത്ത ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫിൽ ഗ്രേവിയൊക്കെ പിടിക്കുന്നത് വരെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഗ്രേവി കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ലെമണും കൂടി പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും 2 നടുവേ കീറിയ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അത്ര സ്പൈസിയായി കിട്ടില്ല. അതുകൊണ്ട് ലാസ്റ്റായിട്ട് ഞാൻ കുറച്ചും കൂടി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ടേസ്റ്റ് നോക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.